ഇപ്പോൾ എൻ്റെ ചികിത്സയിലുള്ള ആൾക്കാർക്കും ചികിത്സയിലല്ലാത്ത ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്. ഹോമിയോപ്പതിക് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലോപ്പതിക് എമർജൻസി മാനേജ്മെന്റ് ചെയ്യുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് പല പല ഫേസുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ട്യൂമർ ചുരുങ്ങാനുള്ള മെഡിസിൻസും, ലിംഫ് ഗ്രന്ഥികൾ ഉണ്ടെങ്കിൽ ലിംഫ് ഗ്രന്ഥികൾ ചുരുങ്ങാനുള്ള മെഡിസിൻസും, ഓവർ മെറ്റസ്റ്റാസ് ഉണ്ടെങ്കിൽ മെറ്റസ്റ്റാസ് കുറയാനുള്ള മെഡിസിൻസുമാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു ബ്രെയിൻ ട്യൂമർ ഒരാളാണെങ്കിൽ അവർക്ക് വേറെ കുറേ കണ്ടീഷൻസ് വരാം. അതായത് അവർക്ക് സോഡിയം കുറയാൻ പറ്റുന്ന സോഡിയം കുറയുന്ന ഒരു കണ്ടീഷൻ വരാം. ഇല്ല എങ്കിൽ തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു ബ്ലഡ് കുറയാം. ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഇല്ലാതെ തന്നെ ഒരു ഇൻഫെക്ഷൻ, അവർക്ക് ഇമ്മ്യൂണിറ്റി എന്തായാലും സ്വാഭാവികമായിട്ട് കുറവായിരിക്കും ക്യാൻസർ ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് ന്യൂമോണിയ വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ന്യൂമോണിയ ഉണ്ടെങ്കിൽ ഒരു എമർജൻസി മാനേജ്മെന്റ് ഇപ്പോൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ സമയം യൂസ് ചെയ്യണം എന്നുള്ളതിലാണ് കാര്യം. ഹോമിയോപ്പതിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്യൂമറിന് കുറയാനായിട്ടും മറ്റു പല ഡ്രഗ്സിന് വേണ്ടി, ക്യാൻസർ ഉള്ള ഡ്രഗ്സിന് വേണ്ടി പാരലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മെഡിസിൻസ് എല്ലാം. പക്ഷേ ഒരു എമർജൻസി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് അലോപ്പതിക് മെഡിസിൻസ്. പക്ഷെ ഒരു ക്യാൻസർ റിഡക്ഷൻ അല്ലെങ്കിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതിക്, അതായത് സൈഡ് എഫക്ട് ഇല്ലാതെ ക്യാൻസർ ഒരു ആരോഗ്യപരമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഏറ്റവും സേഫ് മെത്തേഡ് എന്ന് പറയുന്നത് ഹോമിയോപ്പതിക് മെഡിസിൻസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ്.